പണ്ടൊരു സമയം നടന്ന കാര്യം. കൃഷ്ണപൂർ എന്ന സംസ്ഥാനത്ത് ദിവസവും മിഥിലേഷ് തന്റെ ക്ഷൗരം ചെയ്യുന്ന പെട്ടിയുമെടുത്ത് പുറപ്പെട്ടു പോകുമായിരുന്നു. എന്നിട്ട് ഗ്രാമത്തിലെ ഒരു മരച്ചുവട്ടിൽ പോയി നിൽക്കും. എല്ലാവരും അങ്ങോട്ടേക്ക് വന്ന് മുടിവെട്ടുമായിരുന്നു. ഇന്ന് രാജാവിന്റെ ദൂതുമായി ആരോ ഒരാൾ വന്നു. എന്നിട്ട് അവനോട് പറഞ്ഞു, എന്താ മിഥിലേഷ്, നീയാണോത്? അതെ ചേട്ടാ, ഞാനാണിത്. പറയൂ, നിങ്ങൾക്ക് എങ്ങനെ മുടി വെട്ടണം? എനിക്കൊന്നും വെട്ടണ്ട. മഹാരാജാവ് ഒരു കട്ടളയിട്ടിട്ടുണ്ട്. ഈ രാജ്യത്തിൽ നന്നായിട്ട് മുടിവെട്ടിനവനെ വിളിച്ചുകൊണ്ട് വരാൻ പറഞ്ഞിട്ടുണ്ട്. ഇതെനിക്ക് കിട്ടിയ ഭാഗ്യം തന്നെയാണ്. എന്റെ കലയ്ക്ക് നല്ല അംഗീകാരം കിട്ടാൻ പോവാണ്. പറയൂ, മഹാരാജാവിനെ കാണാൻ എപ്പ വരണം? ഇപ്പൊ തന്നെ പുറപ്പെട്. മഹാരാജാവിന്റെ മുടിയും താടിയും വെട്ടണം. ശരി, വരൂ, പോകാം. ആ ദൂതൻ മിഥിലേഷിനെ രാജാവിന്റെ കൊട്ടാരത്തിലേക്ക് കൊണ്ടുപോയി. രാജാവ് ഇന്ദ്രജിത്ത് തന്റെ മുറിയിൽ ഇരിക്കുകയായിരുന്നു. ദൂതന്റെ കൂടെ മിഥിലേഷ് വരുന്നത് കണ്ട് മഹാരാജാവ് പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഇദ്ദേഹമാണോ ഈ രാജ്യത്തിൽ വെച്ച് നന്നായിട്ട് മുടി വെട്ടുന്ന ആള്? അതേ മഹാരാജ, ജനങ്ങളെല്ലാം എങ്ങനെയാ പറഞ്ഞത്. ഇത് ആൾക്കാരെല്ലാം സംസാരിക്കുന്ന കാര്യം തന്നെ മഹാരാജാവേ. പക്ഷേ എന്റെ കഴിവില് എനിക്ക് നന്നായിട്ട് വിശ്വാസമുണ്ട്. എന്നാ വാ, എന്റെ താടിയും മുടിയും വെട്ട്. പക്ഷെ ഒന്ന് ഓർത്തോ, ഒരു രാജാവാണ് മൊത്തം രാജ്യത്തിന്റെ തലവനായിരിക്കുന്നത്. ആ കാരണം കൊണ്ട് അവന്റെ മുഖം കാണാൻ ഒരു രാജാവിനെ പോലെ തന്നെ ഉണ്ടാവണം. ഞാൻ ശ്രദ്ധിക്കാം മഹാരാജാവേ. മിഥിലേഷ് രാജാവിന്റെ തലമുടി വെട്ടാൻ തുടങ്ങി. അതോടൊപ്പം തന്നെ അവൻ അദ്ദേഹത്തോട് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. മിഥിലേഷ് സംസാരിക്കുന്ന രീതി, അദ്ദേഹം മുടി വെട്ടുന്ന രീതി, ഇതെല്ലാം മഹാരാജാവിന് നന്നേ ബോധിച്ചു. ആഹാ, അടിപൊളിയായിരിക്കുന്നു. ഇത് തീർച്ചയായിട്ടും നീ നല്ല കഴിവുള്ളവനാണ്. ഇനി ഒരു 15 ദിവസത്തിനും നീ ഇവിടെ വന്നേക്ക്. വന്ന് എന്റെ മുടിനെ വെട്ടിക്കൊണ്ടുപോ. അങ്ങനെ തന്നെ ചെയ്യാം മഹാരാജാവേ. വളരെ കുറച്ച് മാസങ്ങൾ കൊണ്ട് മിഥിലേഷിന് മഹാരാജാവിന്റെ സ്നേഹം കൈപ്പറ്റാൻ പറ്റി. മുടി വെട്ടുന്നത് മാത്രമല്ല, ദർബാറിൽ അവന് ഒരു ഇരിപ്പിടവും ലഭിച്ചു. ഇത് മന്ത്രി അൻശുമന് ഒട്ടും ദഹിച്ചില്ല. ഇന്ന് വളരെ വലിയ ഒരു പ്ലാനുമായാണ് മന്ത്രി വന്നത്, മിഥിലേഷിനെതിരെ പ്രയോഗിക്കാൻ. മഹാരാജാവേ വാഴട്ടെ. വരൂ അൻശുമൻ, ഇന്ന് എന്ത് കാര്യമാണ് നീ കൊണ്ടുവന്നിരിക്കുന്നത്? എന്ത് വിടുകതയാണ്? അതെ, ഇന്ന് ഒരു നല്ല വിടുതയാണ് കൊണ്ടുവന്നിരിക്കുന്നത്. ചോദ്യം എന്താണ്? ശരി മഹാരാജാവ്, ഞാൻ എന്താ ചോദിക്കാൻ വന്നിരിക്കുന്ന വെച്ചാ, ആരെങ്കിലും നിങ്ങളുടെ താടിനെ പിടിച്ച് വലിക്കാൻ പറ്റുമോ? ഒരുപക്ഷെ അങ്ങനെ പിടിച്ച് വലിച്ചാൽ അപ്പൊ അവർക്ക് എന്താ സംഭവിക്കുക? നിങ്ങൾ എന്താ ചോദിക്കുന്നത്? അതിനുവേണ്ടി അവനെ പിടിച്ച് ഞങ്ങൾ തറവലടയ്ക്കും. എന്നെ ക്ഷമിച്ചേക്കൂ കാവലരെ, പക്ഷെ അങ്ങനത്തെ ഉള്ള ഒരുത്തൻ ഈ സഭയിൽ ഇരിക്കുന്നുണ്ടല്ലോ. ഇപ്പൊ നമുക്ക് എന്താ ചെയ്യാൻ പറ്റും മഹാരാജാവേ? ഞാൻ ഇപ്പൊ തന്നെ നിനക്ക് വാക്ക് തരികയാണ്. ഇപ്പൊ തന്നെ അവനെ പിടിച്ച് തറവലടയ്ക്കൂ. പറയൂ മന്ത്രി, ആ ദ്രോഹി ആരാണ്? നിങ്ങളുടെ മുടി വെട്ടണവനാണ് മിഥിലേഷ്. പക്ഷേ മഹാരാജാവ് വാക്ക് കൊടുത്തിരിക്കുന്നത് കാവലാളി. ഇപ്പൊ അദ്ദേഹത്തിന് വാക്ക് തിരിച്ചെടുക്കാൻ പറ്റില്ല. മന്ത്രി, നിങ്ങൾ ഇത്ര വലിയ പ്രശ്നത്തിനെ വലുത് ചെറുതാക്കി കൊണ്ടുവന്നു. നിങ്ങൾ നിങ്ങളുടെ വാക്കുകൊണ്ട് എന്നെ മയക്കിയിരിക്കുകയാണ്. ഞാൻ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ലല്ലോ മഹാരാജാവേ. നിങ്ങളാണ് ഇത്ര വലിയ ആന തരുന്നതിന് മുമ്പേ കുറച്ചെങ്കിലും ആലോചിച്ച് നോക്കിയിരിക്കണം. മഹാരാജാവിന് വളരെ ടെൻഷനായി. ഒരു വശത്ത് മഹാരാജാവ് ഒട്ടും ചിന്തിക്കാതെ കൊടുത്ത ഉത്തരവ്, മറുവശത്ത് പെട്ടെന്ന് മന്ത്രി വന്ന് ആശയക്കുഴപ്പത്തിലാക്കിയതും. മഹാരാജാവേ, നിങ്ങൾ എന്തുകൊണ്ട് നിങ്ങളുടെ വാക്ക് തിരിച്ചെടുക്കാൻ പാടില്ല? എന്തെന്ന് വെച്ചാൽ നിങ്ങൾ മഹാരാജാവല്ലേ. എന്നാ നീ ഇപ്പൊ എന്താ പറയാൻ വരുന്നേ? ആലോചിച്ച് നോക്കും മഹാരാജാവേ, ഈ ഉത്തരവ് നിങ്ങൾക്ക് തന്നെ പ്രശ്നമാകാൻ സാധ്യതയുണ്ട്. എന്ത്, നീ മഹാരാജാവിനെ പേടിപ്പിക്കാണോ? അല്ല, ഒരിക്കലുമില്ല മഹാരാജാവേ. നിങ്ങളുടെ രാജ്യത്തിലുള്ള സാധാരണ പ്രജന്റെ ന്യായമാണ് നിങ്ങളോട് ചോദിച്ചത്. നീ എന്താണ് പറയാൻ വരുന്നത്? മഹാരാജാവേ, ഞാൻ എന്താ പറയാൻ വരുന്നത് വെച്ചാ, നിങ്ങൾ എന്ത് കാരണം കൊണ്ടാണ് എനിക്ക് ശിക്ഷ തരാൻ പോകുന്നത്? മുടി വെട്ടുന്നത് എന്റെ ജോലിയാണ്. അതിനുവേണ്ടി നിങ്ങൾ എന്നെ വിടാലോ. അതായത് ഞാൻ എന്താ പറയാൻ വരുന്നത് വെച്ചാ, ഇതേപോലെ കുറെ പേര് തെറ്റായ ജോലിയൊക്കെ ചെയ്യുന്നുണ്ട്. അതാരാണ്? അദ്ദേഹത്തിന്റെ പേര് പറയൂ. അത് നിങ്ങളുടെ 2 മക്കളാണ്. ഞാൻ കണ്ടിട്ടുണ്ട്. ആ കുട്ടികള് നിങ്ങളുടെ മുകളിൽ കയറി നിങ്ങളുടെ താടിയും മുടിയും പിടിച്ച് വലിക്കുമായിരുന്നു. നീ നല്ല ബുദ്ധിയുള്ളവനാണ്, ഞാൻ സമ്മതിക്കുന്നു. നിനക്ക് ഒരു ശിക്ഷയും കിട്ടില്ല. ഞാൻ നിന്നെ വെറുതെ പരിശോധിച്ചതാണ്. ഇതുപോലത്തെ സമയങ്ങളിൽ നീ എന്ത് ചെയ്തു നോക്കിയതാണ്. പക്ഷേ മഹാരാജാവേ, പക്ഷെന്ന് പറഞ്ഞൊരു കാര്യമൊന്നുമില്ല. നീ ചെയ്ത കാര്യത്തിനെ കളിയായിട്ട് കരുതി ഞാൻ നിന്നെ വെറുതെ വിടുന്നു. പക്ഷെ 1 മാസത്തിന് ഈ ദർബാറിലേക്ക് നീ വരുമ്പോ പെണ്ണിന്റെ വേഷമിട്ട് വേണം വരാൻ. നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ ചെയ്യാം മഹാരാജാവേ, എന്നെ ക്ഷമിച്ചേക്കൂ. പിന്നെ മിഥിലേഷ്, ഞാൻ നിനക്ക് 1000 സ്വർണ്ണ നാണയം നിന്റെ കഴിവിന് വേണ്ടി ഞാൻ നിനക്ക് തരികയാണ്. മിഥിലേഷ് തല കുമ്പിട്ട് രാജാവിനെ വണങ്ങി.
പിന്നെ മന്ത്രിക്കാണെങ്കിലോ ഇങ്ങനെയൊരു ചതി ചെയ്തതുകൊണ്ട് അതിനുള്ള ശിക്ഷയും കിട്ടി. മാത്രമല്ല രാജാവിന്റെ കണ്ണിൽ മിഥിലേഷിന് വീണ്ടും ബഹുമാനം ലഭിച്ചു. പക്ഷെ അസൂയാലുവായ മന്ത്രി അൻശുമാൻ തന്റെ മനസ്സിലെ പക എരിച്ചുകൊണ്ടേയിരുന്നു. മന്ത്രി തന്റെ വീട്ടിലേക്ക് എത്തിയതും ഉടനെ തന്നെ തന്റെ അച്ഛനെ കാണാനായി പോയി. അച്ഛാ, ഞാൻ മുടിവെട്ടവനെ വെറുതെ വിടില്ല. പഴയ രാജ്യസഭയില് നിങ്ങളും മന്ത്രിയായിട്ടല്ലേ ഇരുന്നത്, ഓർമ്മയുണ്ടോ? നിങ്ങൾ എന്നെ സഹായിക്കൂ. അതിന് എന്താ സംഭവിച്ചത്? അന്ന് നടന്ന എല്ലാ കാര്യങ്ങളും അൻശുമാൻ തന്റെ അച്ഛനോട് വിവരിച്ചു. അദ്ദേഹത്തിന്റെ അച്ഛന് വളരെയധികം കോപം വന്നു. നീ ആ മുടിവെട്ടണവന്റെ കാരണം കൊണ്ട് നീ പെണ്ണുവേഷത്തിൽ പോണോ? എന്റെ അടുത്ത് ഒരു നല്ല ആലോചനയുണ്ട്, ശ്രദ്ധിച്ചു കേക്ക്. ഘൻശ്യാം കുറച്ച് രഹസ്യങ്ങൾ അൻശുമാന്റെ കാതിൽ മൊഴിഞ്ഞു. അത് കേട്ട അൻശുമാന്റെ കണ്ണിൽ ഒരു തിളക്കം ഉണ്ടായി. അങ്ങനെ പതിയെ പതിയെ ഏകദേശം 1 മാസം കടന്നുപോയി. അങ്ങനെ ഈ ദിവസം മന്ത്രി അൻശുമാന് കിട്ടിയ ശിക്ഷ, അതായത് അവർ സാരി ഉടുക്കേണ്ട അവസാന ദിവസം രാജ്യസഭയിലേക്ക് അവൻ അവന്റെ പിതാവിനെയും കൂട്ടിയിട്ട് വന്നു. വരൂ മന്ത്രി, എന്താ കാര്യം? ഇന്ന് പഴയ മന്ത്രിനെ വിളിച്ചുകൊണ്ട് വന്നിട്ടുണ്ടല്ലോ. അതായത് എന്റെ അച്ഛൻ ആത്മാവകാരണം കൊണ്ട് മരിച്ചിരിക്കുകയാണ്. കുറച്ചു ദിവസം സ്വർഗത്തിലിരുന്ന് ഇപ്പോഴാ മടങ്ങിയെത്തിയത്. അങ്ങനെയാണോ? സ്വർഗം എങ്ങനെയായിരുന്നു ഘൻശ്യാം? അവിടെ എന്റെ പൂർവികമാരെയൊക്കെ കണ്ടോ? ആ, എല്ലാവരും നോക്കി. അവിടെ എല്ലാവരും രാജ്യജീവിതമാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെ അവരുടെ ജീവിതവും സന്തോഷമായിട്ടായിരിക്കുന്നത്. എന്നാലും അവർ കുറച്ച് വിഷമിക്കുന്നു. എന്താ പറയുന്നേ? എന്റെ അടുത്ത് എന്തെങ്കിലും കുറവുണ്ടോ? ഞാൻ ഈ രാജ്യത്തെ നോക്കുന്ന വിധത്തില്, അല്ലെങ്കിൽ വേറെന്തെങ്കിലും ഉണ്ടോ? അതൊന്നുമില്ല മഹാരാജാവേ. അവര് നിങ്ങളെ വിചാരിച്ച് ഒരുപാട് സന്തോഷത്തിലാണ്. ശരി, പറയൂ, അവർക്ക് അവിടെ എന്തൊക്കെയാ പ്രശ്നങ്ങള്? അത് പിന്നെ മഹാരാജാവേ, സ്വർഗത്തില് മുടി വെട്ടണമാരില്ല. അതുകൊണ്ട് അവന്റെ താടി നിലം വരെ വളർന്നു നിൽക്കുക. അതുകൊണ്ട് നിങ്ങളുടെ മുടി വെട്ടണവൻ സ്വർഗത്തിലേക്ക് വരാൻ വേണ്ടി അവര് ആഗ്രഹിക്കുകയാണ്. ഇക്കാര്യത്തിനെ കുറിച്ച് നിങ്ങൾ ആലോചിക്കണം. അങ്ങനെയാണോ? അപ്പൊ നമുക്ക് എന്തു ചെയ്യാം? നമുക്ക് ഇവിടുന്ന് അങ്ങോട്ടേക്ക് ആരെയും അയക്കാൻ പറ്റില്ലല്ലോ. പക്ഷെ നിങ്ങളുടെ മുടിവെട്ടന്റെ മിഥിലേഷിനെ നമുക്ക് കത്തിച്ചു കളയണം. പിന്നെ അവന്റെ അവസാനത്തെ ക്രമങ്ങൾ ചെയ്യണം. പക്ഷെ അതൊരു കൊലയാവുമല്ലോ. ഇല്ല മഹാരാജാവേ, അങ്ങനെയൊന്നുമില്ല. അവൻ അവിടെ ചെന്ന് മുടി വെട്ടിയ ഉടൻ തന്നെ അവൻ എങ്ങനെ തിരിച്ചെത്തിയോ അതേപോലെ തന്നെ അവര് തിരിച്ചു അയച്ചു കളയും. ഇത് സത്യമാണോ? ഞാൻ പറഞ്ഞ സത്യമാണ് മഹാരാജാവേ. നിങ്ങൾ എത്രയും പെട്ടെന്ന് ഇത് തീരുമാനിക്കണം. ആ ശരി മിഥിലേഷ്, നീ തയ്യാറാവണം. പിന്നെ മുടി വെട്ടാനുള്ള പൈസ ആവശ്യങ്ങളെല്ലാം നീ എൻ്റെ അടുത്തുനിന്ന് മേടിച്ചോ. നീ അവർക്ക് ആർക്കും കഷ്ടം കൊടുക്കാൻ പാടില്ല. നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ ചെയ്യാം മഹാരാജാവേ. പക്ഷെ എനിക്കൊരു ആഗ്രഹമുണ്ട്. അതെന്താണ്? ഞാൻ കാര്യം കുറിച്ച് വീട്ടിലിരിക്കുന്നവരോട് പറയണം. പിന്നെ അവർക്ക് ഭക്ഷണം ചെയ്യാനുള്ള ഏർപ്പാടൊക്കെ ചെയ്യണം. എന്ന് വെച്ചാൽ ഞാൻ സ്വർഗത്തിൽ നിന്ന് തിരിച്ചു വരാൻ വേണ്ടി അവർക്ക് കഷ്ടമില്ലാതെ സമാധാനത്തിൽ എന്നെ വിഷമിക്കാതെ അവർ ജീവിക്കണമല്ലോ. ശരി, നിനക്ക് എത്ര സമയം വേണം? 1 മാസം മഹാരാജാവേ. ഞാൻ അതുവരെ അവന്റെ കൂടെ ഇരുന്നാൽ പിന്നെ ഇപ്പൊ ഭാഗ്യം കിട്ടുന്ന അറിയില്ലല്ലോ. ശരി മിഥിലേഷ്, 1 മാസം കഴിഞ്ഞ് നമുക്ക് പണികൾ തുടങ്ങാം. പതുക്കെ പതുക്കെ ആ 1 മാസവും കടന്നുപോയി. അങ്ങനെ ആ ദിവസം അവർ തീരുമാനിച്ച സ്ഥലത്തേക്ക് എല്ലാവരും എത്തി. അവിടെ മരത്തടികളും വൈക്കോലും നിറച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അൻശുമാനും ഘൻശ്യാമും ആ സ്ഥലത്തേക്ക് എത്തിച്ചേർന്നു. എന്താ ഇന്നും മഹാരാജാവും മിഥിലേഷും കാണാത്ത? എനിക്കെന്താ തോന്നുന്നു വെച്ചാ ആ മിഥിലേഷ് ഓടിക്കളഞ്ഞു കാണും. ഓടിച്ചെന്നിരുന്നെങ്കിൽ അതവന് നല്ലതാണ്. ഒരുപക്ഷെ അവൻ വന്നാൽ ഇന്നാണ് അവന്റെ അവസാനത്തെ ദിവസം. നിങ്ങൾ ശരിയാണ് പറഞ്ഞത് അച്ഛാ. അപ്പോൾ അങ്ങോട്ടേക്ക് മഹാരാജാവിന്റെ കൂടെ മിഥിലേഷ് തന്റെ ശൗര്യം ചെയ്യുന്ന സാധനങ്ങൾ അടങ്ങിയ പെട്ടിയും എടുത്തു വന്നു. ഇത് കണ്ട് ഘനശ്യാമനും അൻശുമാനും അത്ഭുതമായി. പഴയ മന്ത്രിയാരെ എന്താ അതിശയിച്ചത്? അങ്ങനെയൊന്നും ഇല്ല രാജാവേ. ഞാൻ എന്താ ആലോചിക്കുന്ന വെച്ചാ, നിങ്ങളെ കണ്ട കുറെ ദിവസമായല്ലോ, അതാണ്. മഹാരാജാവേ, നിങ്ങൾ എന്നെ തീ കാണിക്കൂ. ഞാൻ ഉടൻ തന്നെ തീന്റെ മേലെ പാഞ്ഞോളാം. മിഥിലേഷ് വൈക്കോൽ കൂനയ്ക്കുള്ളിലേക്ക് നുഴഞ്ഞു. കുറച്ചു സമയത്തിനുള്ളിൽ മഹാരാജാവ് അതിന് തീ കൊളുത്തി. പക്ഷേ അത്ഭുതകരമായ കാര്യം എന്താണെന്നോ, അവിടെ ആരുടെ ശബ്ദവും കേട്ടില്ല. അതായത് വൈക്കോൽ മാത്രം കത്തിയെരിയുന്നത് പോലെ. നിങ്ങൾ ശരിയായ കാര്യമാണ് എന്റെ അടുത്ത് പറഞ്ഞത് കംഷാൾ. ഇന്നേരം മിഥിലേഷ് സ്വർഗത്തിലേക്ക് ചെന്ന് എന്റെ പൂർവികമാരുടെ മുടി വിട്ടുപോയിരിക്കും. അതെ മഹാരാജാവേ, ഇത് നല്ല സന്തോഷമായ കാര്യമാണ്. മഹാരാജാവിന് ഒരുപാട് സന്തോഷമായി. മാത്രമല്ല അച്ഛനും മകനും. പക്ഷേ ആ അച്ഛന്റെയും മകന്റെയും സന്തോഷത്തിന് കാരണം വേറെയാണ്. അങ്ങനെ 3 മാസമായി മിഥിലേഷ് ഇനിയും തിരിച്ചു വന്നിട്ടില്ല.
രാജാവിന് പരിഭ്രമം തോന്നി തുടങ്ങി. മഹാരാജാവ് മന്ത്രിയെയും ഘനശ്യാമിനെയും തന്റെ രാജകൊട്ടാരത്തിലേക്ക് വിളിപ്പിച്ചു. മഹാരാജാവിന്റെ തലമുടിയും താടിയും ഒരുപാടങ്ങ് വളർന്നു. പക്ഷെ വേറൊരാളെ കൊണ്ടും മുടി വെട്ടിക്കാൻ മഹാരാജാവ് തയ്യാറായിരുന്നില്ല. മഹാരാജാവ് വാഴട്ടെ, മഹാരാജാവ് വാഴട്ടെ. ആ മുടിവെട്ടവൻ എന്താ തിരിച്ചു വരാത്തത്? ഈ സമയത്തിന് അവൻ തിരിച്ചു വരുന്നല്ലോ. ഒരു പക്ഷേ അവന് സ്വർഗം നന്നായിട്ട് ഇഷ്ടപ്പെട്ടെന്നാ തോന്നുന്നേ മഹാരാജാവേ. ഞാൻ അവനെ ഓർത്താണ് മുടി വെട്ടാതിരിക്കുന്നത്. ഇപ്പൊ അവൻ അവിടെ എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നെന്ന് അറിയില്ലല്ലോ. ഒരു പ്രശ്നവുമില്ല മഹാരാജാവേ, നിങ്ങൾ വേറൊരുത്തനെ പിടിക്കാമല്ലോ. അപ്പോഴാണ് പെട്ടെന്ന് ദർബാറിലേക്ക് മിഥിലേഷ് കയറി വന്നത്. ആ കാഴ്ച കണ്ടതും ഘൻശ്യാമും അൻശുമാനും ഞെട്ടിത്തെറിച്ചു പോയി. വരൂ മിഥിലേഷ്, നീ വരുന്ന മുമ്പ് തന്നെ എനിക്ക് വയസ്സാവുന്ന ഞാൻ വിചാരിച്ചത്. എന്നെ ക്ഷമിക്കണം മഹാരാജാവേ, നിങ്ങളുടെ പൂർവികന്മാര് എന്നെ അവിടെ തന്നെ ഇരുത്തിച്ചു. അങ്ങനെയാണോ? അവിടെ എല്ലാവർക്കും എങ്ങനെ സുഖാണോ? പറയൂ മിഥിലേഷ്. സുഖാണ് മഹാരാജാവേ, നല്ല ആഹാരം, നല്ല സുഖം. അവിടെ എല്ലാവർക്കും ഞാൻ മുടിവെട്ടുന്നത് എങ്ങനെയാന്ന് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. അങ്ങനെയാണോ? എന്നാ സ്വർഗത്തിനെ കുറിച്ച് എന്റെ അടുത്ത് പറയ്. മഹാരാജാവേ, അവിടെ മറ്റൊരു പ്രശ്നമുണ്ട്. പറയൂ, അവിടെ എന്ത് പ്രശ്നമാണുള്ളത്? ഞാൻ ഇപ്പൊ തന്നെ ശരിയാക്കാം. അതായത് മഹാരാജാവേ, സ്വർഗത്തിലുള്ള 2 മന്ത്രിമാര് അവരുടെ അടുത്ത ജന്മമായിട്ട് ഭൂമിയിൽ ജനിച്ചു. അവിടെ ബുദ്ധിയുള്ള, അതും മന്ത്രിയായിട്ട് 2 പേരിനെ അവിടെ ആവശ്യമുണ്ട്. അവര് പഴയ മന്ത്രിയായ ഗംഷാബിനെ ഒരുപാട് പുകഴ്ത്തി. പിന്നെ അവരിനെ സ്വർഗത്തിലേക്ക് തിരിച്ചു വിളിച്ചു. അങ്ങനെയാണോ? അങ്ങനെയാണെങ്കിൽ മറ്റൊരു മന്ത്രിക്ക് നമ്മൾ എവിടെ പോവും? മഹാരാജാവേ, അവര് സ്വർഗത്തിലിരുന്ന് അൻശുമൻ സാരി കെട്ടിയിരിക്കണെന്ന് കണ്ടിട്ട് നല്ലോണം ചിരിച്ചുവെന്ന്. അവര് പറഞ്ഞത് ഇദ്ദേഹത്തിന് അവരോടൊപ്പം അയച്ചു വിടണമെന്നാണ്. അതാണ് ശരിയായ തീരുമാനം. ഇന്ന് തന്നെ ഇവനെ 2 പേരെയും അങ്ങോട്ടേക്ക് അയച്ചോളാം. അല്ല മഹാരാജ, ഈ രാജ്യത്തിന്റെ കാര്യങ്ങളൊക്കെ ഞാൻ തന്നെയല്ലേ നോക്കുന്നേ. നിങ്ങൾ അതിനെ കുറിച്ച് വിഷമിക്കണ്ട. ഞാനും മിഥിലേഷും എല്ലാം നോക്കിക്കോളാം. പിന്നെ നിങ്ങളുടെ കുടുംബത്തില് നിങ്ങൾ 2 പേര് മാത്രമല്ലേ ഉള്ളൂ. അതുകൊണ്ട് ഇന്ന് ഇവിടെ താമസിക്കേണ്ട ഒരു ആവശ്യമില്ല. അതുകൊണ്ട് നിങ്ങൾ 2 പേരിനെ ഇന്ന് തന്നെ സ്വർഗത്തിലേക്ക് പറഞ്ഞു വിടണം. അല്ല മഹാരാജാവേ, വേണ്ട, ഞങ്ങൾക്ക് അങ്ങനെയൊന്നും ചെയ്യണ്ട. എന്റെ മേലെ ഒരു തെറ്റുമില്ല. എല്ലാം എന്റെ അച്ഛനാണ് ചെയ്തത്. എല്ലാം അച്ഛനാണ് തീരുമാനിച്ചത്. ഷടാ, നീ എന്റെ പുത്രനാണോ ശത്രുവാണോ? മിഥിലേഷിനെ ശിക്ഷിക്കണം പറഞ്ഞ് നീയല്ലേ എന്റെ അടുത്ത് ചോദിച്ചു വന്നത്. നിങ്ങൾ 2 പേരും എന്തൊക്കെയാ പറയുന്നേ? മഹാരാജാവേ, അത് പിന്നെ ഇവര് 2 പേരും എന്ത് പറയും? ഞാൻ പറയാം മഹാരാജാവേ. അതായത് ഈ സ്വർഗത്തിലേക്ക് ഇവിടുന്ന് വഴിയില്ല. പിന്നെ ഞാൻ ഇവിടുന്ന് സ്വർഗത്തിലേക്ക് പോയിട്ടില്ല. ഇവര് ചതി ചെയ്തിരിക്കുകയാണ് ഈ രാജ്യം വിട്ട് ഞാൻ പോകണമെന്ന്. എന്നിട്ട് മഹാരാജ, ഞാൻ ഇവിടുന്ന് ഓടിയിട്ടൊന്നുമില്ല. ഞാൻ 1 മാസം സമയം എടുത്തുകൊണ്ട് നിങ്ങൾ എന്നെ കത്തിച്ച സ്ഥലത്തിലിരുന്ന് കുഴി തോണ്ടി ഞാൻ ഇവിടുന്ന് രക്ഷപ്പെട്ടു. അൻശുമൻ, ഘൻശ്യാം, നിങ്ങൾ എന്ത് നാടകമാണ് ചെയ്തിരിക്കുന്നത്? നിങ്ങളുടെ 2 പേർക്കും വലിയ ശിക്ഷയാണ് കിട്ടാൻ പോകുന്നത്. എന്നെയും എന്റെ പൂർവികന്മാരെയും അവമാനിച്ചതിന്, പിന്നെ മിഥിലേഷിനെ കൊല്ലാൻ വേണ്ടി ചതി ചെയ്തതിനും ഞാൻ നിങ്ങളുടെ 2 പേർക്കും ആയുൾ ശിക്ഷ കൊടുക്കാൻ പോവാണ്. മനസ്സിലായോ? വേണ്ട മഹാരാജാവേ, വേണ്ട മഹാരാജാവേ. ക്ഷമിക്കൂ മഹാരാജാവേ, ക്ഷമിക്കൂ. 2 പേരും കരഞ്ഞുകൊണ്ടേയിരുന്നു. പക്ഷേ 2 സൈനികർ വന്ന് അവരെ 2 പേരെയും അവിടെ നിന്ന് കൂട്ടിക്കൊണ്ടുപോയി. മുടിവെട്ടുന്ന മിഥിലേഷിന്റെ ബുദ്ധി കാരണമാണ് ആ രാജ്യത്തുണ്ടായിരുന്ന 2 ദ്രോഹികൾക്ക് ശിക്ഷ കിട്ടിയത്. മിഥിലേഷിന്റെ ബുദ്ധിയെ പ്രശംസിച്ച് മഹാരാജാവ് അദ്ദേഹത്തിന് ഒരുപാട് സമ്മാനങ്ങൾ നൽകി. ആ ദിവസം മുതൽ മിഥിലേഷ് രാജാവിന് വളരെ വലിയൊരു സഹായിയായി തീർന്നു.